ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീൻ പേപ്പേഴ്സ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ്. പ്രഷർ കുക്കറിലാണ് ഞാനിത് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തെല്ലാമെന്ന് നോക്കാം. കേക്ക് റെസിപ്പി ആകുമ്പോൾ നമ്മളിത് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. കേക്ക് മധുരമുള്ളതാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഞ്ചസാര ഒരു 1.25 കപ്പ്, ഇത് പൊടിച്ച പഞ്ചസാരയാണ്. പിന്നെ ബട്ടറിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓയിലിൽ ഉപയോഗിക്കുകയാണെങ്കിൽ 1/2 കപ്പ് ഓയിലും 1/2 കപ്പ് ബട്ടറും ചേർക്കണം. 2 മുട്ട, പാല് 1 കപ്പ്. പിന്നെ ഈ റെഡ് വെൽവെറ്റ് കേക്ക് ഒരു നമ്മുടെ ചോക്ലേറ്റ് ഫ്ലേവറിലാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊക്കോ സിറപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കൊക്കോ പൗഡർ ആണെങ്കിൽ അത് ഉപയോഗിക്കുക. ഇതൊരു 4 ടേബിൾ സ്പൂണോളം വരുന്ന കൊക്കോ സിറപ്പ്. പിന്നെ ഒരു ചെറിയ നാരങ്ങയുടെ പകുതി. ഇതിന് പകരം വിനീഗർ ആണെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ നാരങ്ങ നീരാണ് ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മുടെ മൈദ മാവിൽ ചേർക്കാനായിട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതൊരു റെഡ് വെൽവെറ്റ് കേക്ക് ആണല്ലോ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് റെഡ് ഫുഡ് കളർ, ഒരു 3-4 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ. ഇത്രയുമാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. പിന്നെ ഈ ഒരു കേക്കിന് നമ്മൾ മുട്ട ചേർക്കുന്നത് കൊണ്ട് വാനില എസൻസും ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഞാൻ ഒന്നുകൂടെ പറയാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. മൈദ മാവ്, ഉപ്പ് ചേർത്തിട്ടിരിക്കുന്ന മൈദ മാവ് 2.5 കപ്പ്, പഞ്ചസാര 1.25 കപ്പ്, ബട്ടർ അര മുതൽ 1/4 കപ്പ് വരെ എടുക്കാം. പിന്നെ 4 ടേബിൾ സ്പൂൺ കൊക്കോ സിറപ്പ് അല്ലെങ്കിൽ കൊക്കോ പൗഡർ, 1 കപ്പ് പാല്, നാരങ്ങ നീര്, 2 മുട്ട, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 3-4 ഡ്രോപ്സ് വാനില എസൻസും ആവശ്യത്തിനുള്ള റെഡ് ഫുഡ് കളറും. ഇനി നമുക്ക് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനിയിപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇതിന് ആദ്യമായിട്ട് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഞാനിവിടെ 2 മുട്ട ആദ്യമായിട്ട് 2 മുട്ട വെറ്റ് ഇൻഗ്രീഡിയൻസിൽ കേക്കിൻ്റെ ബാറ്ററിന് വേണ്ടിയിട്ട് ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ മുട്ട നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. നല്ല പോലെ പതഞ്ഞ് വരണം. ഇപ്പോൾ മുട്ടയുടെ മിശ്രിതം നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ബട്ടർ ഒഴിക്കുകയാണ്. ഇതും ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ കൂട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചാണെങ്കിലും നമുക്കിത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊരു ഹാൻഡ് വിസ്ക് വെച്ചാണ് ഈ കൂട്ട് അടിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ മുട്ടയും ബട്ടറും കൂടി ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര ചേർക്കാം. ഈ കൂട്ട് പഞ്ചസാരയുമായിട്ട് നല്ലവണ്ണം ഒന്നുകൂടെ യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ കണ്ടോ, ഒരു ക്രീമി ടെക്സ്ചറിലോട്ട് ഇതിപ്പോൾ ഒരു ക്രീമി ടെക്സ്ചറിലോട്ട് മാറി വരുന്നുണ്ട്. ഇങ്ങനെ നല്ലോണം ഒന്ന് ചേർത്ത് കൊടുക്കുക. ഈ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് അടിച്ചെടുക്കാവുന്നതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. പക്ഷേ ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിക്കുന്നതും നല്ലതാണ്. കാരണം ഹാൻഡ് വിസ്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കൈക്കും നല്ലൊരു വ്യായാമം കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നല്ല ക്രീമി ആയിട്ട് ഇപ്പോൾ പതഞ്ഞ് നല്ലപോലെ വരുന്നുണ്ട്. ഇതുപോലെ നല്ലപോലെ അടിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. മുട്ടയും ബട്ടറും പഞ്ചസാരയും കൂടെയുള്ള മിശ്രിതം നല്ലതുപോലെ പതഞ്ഞ് ഫ്ലഫി ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൊക്കോ സിറപ്പ്, ഒരു 4 ടേബിൾ സ്പൂണോളം വരുന്ന കൊക്കോ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. ഇപ്പോൾ കൊക്കോ സിറപ്പും ചേർത്ത് ഈ മിശ്രിതം നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റെഡ് ഫുഡ് കളർ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആദ്യം ഒരു 4 തുള്ളിയോളം ചേർക്കുകയാണ്.
കണ്ടോ, ഒരു ബാറ്റർ ഒരു റെഡിഷ് കളറിലേക്ക് മാറുകയാണ്. ഇതിലേക്ക് ഒരു 2 ഡ്രോപ്സ് കൂടെ ഒഴിക്കുകയാണ്. നല്ലോണം ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഞാൻ നമ്മുടെ ബാറ്റർ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ചേർത്തിരിക്കുന്ന ചേരുവകൾ 2 മുട്ട, ഒരു 1/4 കപ്പോളം ബട്ടർ, പൊടിച്ച പഞ്ചസാര ഒരു 1/4 കപ്പോളം, പിന്നെ കൊക്കോ സിറപ്പ് 4 ടേബിൾ സ്പൂൺ, റെഡ് ഫുഡ് കളർ, ഇത്രയും ചേർത്ത് ഈ ബാറ്റർ നല്ല ക്രീമി ആയിട്ട് അടിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മിശ്രിതം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും ഒന്ന് അരിച്ചെടുത്തിട്ട് ചേർക്കുക. അപ്പോൾ കട്ടയുണ്ടെങ്കിൽ അത് നന്നായിട്ട് പൊടി ആയിട്ട് നല്ലവണ്ണം മിക്സായിട്ട് ബാറ്ററിൽ അലിഞ്ഞു ചേരും. അപ്പോൾ എപ്പോഴും കേക്കിൻ്റെ ബാറ്റർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈ മൈദപ്പൊടി ആഡ് ചെയ്യുന്നതിന് മുമ്പ് നല്ലോണം ഒന്ന് സീവ് ചെയ്തിട്ട് എടുക്കുക. അതായത് അരിപ്പയിൽ വെച്ച് നല്ലോണം ഒന്ന് അരിച്ചിട്ടെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ മൈദ ആഡ് ചെയ്യുകയാണ്. ഇതിപ്പോൾ ഞാൻ ശകലം ഉപ്പിട്ട് വെച്ചിരിക്കുന്ന ഒരു ലേശം ഒരു നുള്ളു ഉപ്പിട്ട് വെച്ചിരിക്കുന്ന മൈദ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് അരിപ്പയിലേക്ക്. അതുപോലെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇടഞ്ഞിടുക, അല്ലെങ്കിൽ സീവ് ചെയ്തെടുക്കുക. ഇതിങ്ങനെ തട്ടിക്കൊടുക്കുമ്പോഴേക്കും ഈ മൈദപ്പൊടി നല്ലോണം ഇടഞ്ഞ് ഈ ബൗളിലേക്ക് വീഴും. ഒരു സ്പൂൺ വെച്ച് ലേശം ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താലും കട്ട കെട്ടാതെ ഇത് വീഴും. ഇപ്പോൾ ഞാൻ പൊടിയെല്ലാം ഇടഞ്ഞ് നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിനി നമ്മുടെ ഹാൻഡ് വിസ്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഈ ബാറ്ററിൻ്റെ കൂട്ടും ഈ മാവും അതല്ലെങ്കിൽ ഈ ബാറ്ററിൻ്റെ കൂട്ടും മൈദപ്പൊടിയുമായിട്ട് നല്ലോണം ഒന്ന് ഹാൻഡ് വിസ്ക് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് പതുക്കെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. മാവ് ലേശം മുറുകി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പാൽ ആഡ് ചെയ്ത് അയവ് വരുത്താവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇത് മാവ് ലേശം മുറുകി വരുന്നുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് പാൽ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഈ ബാറ്റർ ഇപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഹാൻഡ് വിസ്ക് മാറ്റി ഒരു സ്പാറ്റുല ഉപയോഗിച്ച് ഈ മാവ് ഇളക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാൽ ആഡ് ചെയ്ത് ഈ മാവ് നല്ലോണം ഒന്ന് മയപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് സ്പാറ്റുല വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നല്ല ഒരു ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. കേക്കിൻ്റെ ബാറ്റർ എപ്പോഴും ഇങ്ങനത്തെ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ അത് നല്ലതായിട്ട് ബേക്കായി കിട്ടത്തില്ല. ഇനി കുറച്ചുകൂടെ പാൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ബാറ്റർ എപ്പോഴും ഇങ്ങനെ മിക്സ് ചെയ്ത്, അതായത് ഈ മിക്സ് ചെയ്യുന്നതിനെ ഫോൾഡിങ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു സി ഡയറക്ഷനിൽ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ബാറ്റർ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 3 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുകയാണ്.
ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. വാനില എസൻസ് ചേർത്ത് കഴിഞ്ഞിട്ട് ഈ ബാറ്റർ നല്ലോണം ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. വാനില എസൻസ് ചേർത്ത് കഴിഞ്ഞിട്ട് ഈ ബാറ്റർ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ബാറ്റർ കണ്ടാൽ തന്നെ അറിയാം നല്ല സിൽക്കി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഫ്ലഫി ആൻഡ് സിൽക്കി ആയിട്ട് ഈ ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് ഞാൻ ഈ ബാറ്ററിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന നാരങ്ങയുടെ നീര് കൂടെ ചേർക്കുകയാണ്. ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള ബാറ്റർ റെഡിയായി. ഞാൻ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തപ്പോൾ ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കേക്ക് ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് ചൂടായ കുക്കറിൽ വെച്ച് ബേക്ക് ചെയ്ത് എടുക്കാം. കേക്ക് ബേക്ക് ചെയ്യുന്നത് പ്രഷർ കുക്കറിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുക്കറിൻ്റെ അടിയിൽ വെക്കാനായിട്ട് ഒരു പാൻ നല്ലോണം ചൂടാക്കുക. അതിന് ഇപ്പുറത്തെ അടുപ്പിലായിട്ട് ഒരു പ്രഷർ കുക്കർ കൂടെ ചൂടാക്കി, അതിൻ്റെ ഇപ്പുറത്തെ അടുപ്പിലായിട്ട് ഒരു പ്രഷർ കുക്കർ കൂടെ നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കുക. ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. ഈ പ്രഷർ കുക്കറിൻ്റെ അടിയിൽ ഞാനൊരു വാക്സ് പേപ്പർ വെച്ചിട്ടുണ്ട്. അതേ ഷേപ്പിന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തത്. അതിൽ ശകലം ബട്ടറും തേച്ച് വെച്ചിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് കുക്കറിൻ്റെ അടിയിൽ ബേക്കായി കഴിയുമ്പോൾ വിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഡിമോൾഡ് ചെയ്യുമ്പോൾ നല്ലവണ്ണം ഈ കേക്ക് ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കുക്കറിൻ്റെ ബേസിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ തൂക്കുമ്പോൾ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ തടവിയെടുത്താൽ ആ കേക്ക് നമുക്ക് നല്ലോണം ഡിമോൾഡായി കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പാൻ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുക്കർ വെക്കുവാൻ പോവുകയാണ്. ഈ പാനാണ് നമ്മൾ ബേസായിട്ട് കുക്കറിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ കുക്കർ ഈ പാൻ്റെ മുകളിൽ വയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഞാൻ കുക്കറിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ബൗള്, ഈ ഒരു പാത്രം, അതെന്താണെന്ന് വെച്ചാൽ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ചൂടായ കുക്കറിലേക്ക് ഞാൻ ഈ കേക്കിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ കേക്കിൻ്റെ കൂട്ട് കുക്കറിലേക്ക് ഒഴിച്ചിട്ട് ഇത് ഞാൻ കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടയ്ക്കാൻ പോവുകയാണ്. ഇത് ലിപ്പറിൽ വിസിൽ വയ്ക്കുന്നില്ല. ഇത് പാനിൻ്റെ മുകളിൽ ഈ കുക്കർ വെച്ച് ഒരു 20-30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിതിൽ വിസിൽ വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ജസ്റ്റ് ആ പാൻ ആദ്യം ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കുക. അതുപോലെ കുക്കറും ഒന്ന് ചെറുതായിട്ട് ഹീറ്റ് ചെയ്തെടുക്കുക. അതിനകത്ത് വാക്സ് പേപ്പർ വെച്ച് ബട്ടർ തടവി വെച്ചിരിക്കുന്ന കുക്കറിൻ്റെ സർഫസിലേക്ക് നമ്മൾ കേക്ക് ബാറ്റർ ഒഴിക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ കേക്ക് വെച്ചിട്ട് ഏകദേശം ഒരു 30-35 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇതിന്ന് തുറന്ന് നോക്കുകയാണ് ബേക്കായോന്ന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ മൂടി തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഒരു സ്ക്യൂവർ എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് കുത്തി നോക്കുകയാണ്. ഇത് കണ്ടോ, സ്ക്യൂവർ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനർത്ഥം ഒട്ടും തന്നെ ഈ സ്ക്യൂവർ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി എന്നാണ്. നമ്മുടെ കേക്ക് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഞാൻ ഇതിനി ഒരു പ്ലേറ്റിലേക്ക് ഡീമോൾഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ ആ കേക്ക് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് ഡീമോൾഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ പുറത്ത് ഇപ്പോൾ വാക്സ് പേപ്പർ ഉണ്ട്, മാറ്റി എടുക്കാം. നല്ല അടിപൊളി റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനി ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നതായിരിക്കും. ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് ഞാൻ ഈ കേക്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കേക്ക് ഓവൻ ഒന്നും ആവശ്യമില്ല. ഓവൻ ഇല്ലാതെ വെറും പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയെടുത്ത കേക്കാണ്. ഇത് നല്ലൊരു അടിപൊളി കേക്കായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി ഞാൻ ഈ കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്ത് എടുക്കുകയാണ്. തണുത്ത് കഴിയുമ്പോൾ ഇത് ഫ്രോസ്റ്റിംഗ് ചെയ്ത് എടുക്കും.
ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ല തണുത്തിട്ടുണ്ട്. ഞാൻ ഇനി ഇത് ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് ഫ്രോസ്റ്റിംഗ് അതിൽ ഉള്ളിൽ വെച്ച് നല്ലവണ്ണം ഐസിങ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത്. ഇപ്പോൾ ഞാൻ നമ്മളുടെ കേക്ക് ലെയറായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 3 ലെയറായിട്ട് ഞാൻ ഈ കേക്ക് മുറിച്ചെടുത്തിരിക്കുന്നത്. കേക്കിൻ്റെ ലെയർ മുറിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് പൊടിഞ്ഞു പോവാതെ നല്ലതുപോലെ മുറിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഞാൻ ഈ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്ത കേക്ക് ഉണ്ടല്ലോ, ഇതിനി ഞാൻ നല്ലോണം ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കേക്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ ഈ ബട്ടർ, ഇതൊരു റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ബട്ടറാണ്. ഇതിപ്പോൾ ഒരു 4 സ്റ്റിക്ക് ബട്ടർ എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ബട്ടർ വാങ്ങിക്കുമ്പോൾ 4 സ്റ്റിക്കാണ് ഒരു പാക്കറ്റിലുള്ളത്. അപ്പോൾ അത്രയും ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ഒരു 1-1.5 കപ്പോളം വേണ്ടി വരും. പിന്നെ നമ്മൾ ഇത് നല്ലോണം അടിച്ചെടുക്കുമ്പോൾ കുറച്ച് വാനില എസൻസ് കൂടെ ചേർത്താണ് ഈ ഫ്രോസ്റ്റിംഗ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഈ ബട്ടറും പഞ്ചസാരയും കൂടെ ഞാനൊരു ബീറ്ററിൻ്റെ സഹായത്തോടു കൂടി നല്ലതുപോലെ അടിച്ചെടുക്കാൻ പോവുകയാണ്. ബീറ്ററിൻ്റെ സഹായത്തോടു കൂടി ബട്ടറും പഞ്ചസാരയും നല്ലോണം അടിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ അടിപൊളി റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ലൊരു വൈറ്റ് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിലുള്ള കേക്കാണ്. ഇതിൽ ഞാൻ കുറച്ച് സ്പ്രിംഗ്ലേഴ്സ് ഒക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കേക്കിൻ്റെ കുറച്ച് പൊടി ഉണ്ടായിരുന്നത്, അതായത് കേക്ക് നമ്മൾ ലെയർ ചെയ്തപ്പോൾ കുറച്ച് പൊടി അതിലുണ്ടായിരുന്നു. അതുകൂടെ ഞാൻ ഇതിൻ്റെ സൈഡ്സിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഡെക്കറേഷന് വേണ്ടി മാത്രം ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഇതിൽ നമ്മുടെ ഐസിങ് ഒക്കെ ചെയ്യുകയോ അല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊരു സിമ്പിൾ ഒരു കേക്ക് ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ നമുക്കതിൽ എഴുതിയൊക്കെ നല്ല രീതിയിൽ ഒന്നുകൂടെ എഴുതി ഐസിങ് ബാഗ് വെച്ചിട്ട് അല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് നല്ലോണം ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് നല്ലൊരു കേക്കാണ്. ഇത് ഇനി കട്ട് ചെയ്യുമ്പോൾ ഇത് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിപ്പം സ്പ്രിംഗ്ലേഴ്സും എല്ലാം ഇട്ട് നന്നായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന കേക്കാണ്. ഇത് റെഡ് വെൽവെറ്റ് കേക്കാണല്ലോ, അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് റെഡ് സ്പ്രിംഗ്ലേഴ്സ് കൂടുതൽ ഇട്ടിട്ടുണ്ട്. പിന്നെ കേക്കിൻ്റെ പൊടിയും സൈഡിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതിപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പം 3 ലെയറിലുള്ള കേക്കാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക്. കുക്കർ മാത്രം മതി ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇനി അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗ്രീൻ പെപ്പേഴ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും തൽക്കാലത്തേക്ക് ഗുഡ് ബൈ.